ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പഠിച്ചതിൽ ഒരു സ്റ്റെപ്പായ കളക്ഷൻ ഓഫ് ഡേറ്റ, ആ സ്റ്റെപ്പിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ എങ്ങനെ ചെയ്യണേ, കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് അതെങ്ങനെ ചെയ്യണേന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തിയോ, ക്വസ്റ്റ്യൻസ് കൊടുത്തോ, സർവേ നടത്തിയോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഒരു പക്ഷേ ഫുൾ പാർട്ടും ഫുൾ സാമ്പിൾ അല്ലെങ്കിൽ ഫുൾ പോപ്പുലേഷന് നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു ചെറിയ ഭാഗമായിരിക്കും നമ്മൾ എടുക്കുക. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിവറിലുള്ള വെള്ളം അല്ലെങ്കിൽ ഒരു നദിയിലുള്ള വെള്ളത്തിൻ്റെ പൊല്യൂഷൻ കണ്ടെത്തണം എന്നുണ്ട്. അപ്പോൾ നദിയിലെ ഫുൾ വെള്ളം എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ഒരു സാമ്പിള് പല ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മൊത്തം വെള്ളത്തിനെ നമുക്ക് പോപ്പുലേഷൻ എന്ന് വിളിക്കാം. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് അതിൻ്റെ മൊത്തം ഭാഗത്തിനെ അല്ലെങ്കിൽ മൊത്തം ഏരിയനെ നമുക്ക് പോപ്പുലേഷൻ എന്ന് വിളിക്കാം. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തിനെ നമ്മൾ സാമ്പിൾ എന്നാണ് വിളിക്കുക. അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ സാമ്പിളിംഗ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ദ ഓൾ ഓഫ് ദ മെറ്റീരിയൽ ഓസ് പ്രോപ്പർട്ടീസ് ദാറ്റ് എ റിസർച്ചർ ഈസ് ട്രൈയിങ് ടു ഫൈൻഡ് that a researcher is trying to obtain or find is called the population. And the fraction of population selected for a research analysis is referred to as the sample. And the process of selecting a fraction of the whole material for analysis and to assume that its properties are representative of the population is called sampling. അപ്പോൾ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് മൊത്തം പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ സാമ്പിൾ. അതായത് ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പോപ്പുലേഷൻ അല്ലെങ്കിൽ ഏരിയ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സാമ്പിളിംഗ്. സോ അതുകൊണ്ട് തന്നെ ശരിക്കും സാമ്പിളിംഗ് നടത്തണം, അതായത് ഗുഡ് സാമ്പിളിംഗ് നടത്തണം, സാമ്പിളിംഗ് പ്ലാനും നടത്തണം. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഈ വെള്ളം നമ്മൾ സെലക്ട് ചെയ്യുക, ഏതൊക്കെ സ്രോതസ്സിലാണ് കൂടുതൽ പൊല്യൂഷൻ വരുന്നത്, ആ സ്രോതസ്സുകൾ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് കൂടുതൽ വാട്ടറിൻ്റെ സാമ്പിൾസ് എടുക്കുക. ഇതൊക്കെ നമ്മൾ നല്ല സാമ്പിളിംഗ് പ്ലാനിൽ വരുന്നതാണ്. അപ്പോൾ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് നന്നായി ചെയ്താലാണ് റിസർച്ച് എഫക്റ്റീവ് ആവുള്ളൂ അല്ലെങ്കിൽ റിസർച്ച് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. നെക്സ്റ്റ് ഇസ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചർ പഠിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. അതിൽ രണ്ട് തരത്തിലുള്ള വേരിയബിൾസാണ് എപ്പോഴും നമുക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരിക. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വേറൊന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളെ നമ്മൾ മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്നും വിളിക്കും. ഡിപ്പെൻഡൻറ്റ് വേരിയബിളെ റെസ്പോണ്ടിങ് വേരിയബിൾ എന്നും വിളിക്കും. So variable is a factor whose change introduced by the scientist influences what is being studied or measured in an experiment. Then it is called a independent variable. The dependent variable in an experiment is that which is being studied or measured in that experiment. An independent variable is one that the scientist changes in an experiment, and the dependent variable is one that changes because of the changes in the independent variable. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ
ചേഞ്ച് ചെയ്യുന്ന ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കുക. ആ ചേഞ്ച് ചെയ്യുന്ന ഫാക്ടർ കൊണ്ട് വേറെ ഏതെങ്കിലും ഫാക്ടറിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ ഫെർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞാൽ, കൂടുതൽ വളം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വേഗത്തിൽ ഒരു ചെടി വളരുമോ എന്ന് പഠിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ അളവിനെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. അതുപോലെ ചെടിയുടെ വളർച്ചേനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാം. അപ്പോൾ ഫെർട്ടിലൈസർ കൂടുതൽ ഇടുന്നതനുസരിച്ച് ചെടിയുടെ വളർച്ചയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. Any outside variable other than the independent variable that may affect the dependent variable and hence is held constant by the researcher during an experiment is called a controlled variable. It is also known as a constant variable or simply as a control. If a controlled variable changes during an experiment, it may invalidate the correlation between the dependent and the independent variable. ഇനി ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വേരിയബിൾ ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനത്തെ വേരിയബിൾസിനെയാണ് വിളിക്കുന്നത് കൺട്രോൾഡ് വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വേരിയബിൾ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സയൻറ്റിസ്റ്റ് എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദ വോളിയം ഓഫ് എ ഗ്യാസ് പഠിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രഷർ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ മാറ്റി കൊടുക്കുന്നത് കാരണം പ്രഷറാണ് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. പ്രഷർ മാറ്റുന്നതനുസരിച്ച് വോളിയം ഗ്യാസിൻ്റെ മാറുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇനി ഈ സയൻറ്റിസ്റ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. കാരണം ടെമ്പറേച്ചറിൽ ചേഞ്ചസ് ഉണ്ടായ വോളിയം ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് സയൻറ്റിസ്റ്റിന് അറിയാവുന്നത് കൊണ്ട് സയൻറ്റിസ്റ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുന്ന ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ വേരിയബിളിനെയാണ് നമ്മൾ കൺട്രോൾഡ് വേരിയബിൾ എന്ന് വിളിക്കുക. കാരണം സയൻറ്റിസ്റ്റിന് അറിയാം അത് ഈ ചേഞ്ചിനെ ബാധിക്കും, അതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അതാണ് കൺട്രോൾഡ് വേരിയബിൾ. A given experiment can have several controlled variables and we should control the controlled variable. Next is controls. Control group or control, what is meant by control group? Control group is not exactly as the group of controlled variables. Control group is a group of cases that is treated in the same way as the experimental group, except that it is not exposed to the independent variable. A control group is set up during experimentation in order to minimize the effects of variables other than the independent variable on the dependent variable. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കും. കൺട്രോൾ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യില്ല. അതിൻ്റെ ഉള്ളിൽ കോൺസ്റ്റൻ്റ് ആക്കിയാണ് വെക്കുക. കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാറുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കും. ഈ കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഒരേപോലെ തന്നെയാണ് ഇരിക്കുക. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാറ്റിക്കൊണ്ടിരിക്കും, പക്ഷേ കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. എന്നിട്ട് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൻ്റെ റിസൾട്ടും കൺട്രോൾ ഗ്രൂപ്പിൻ്റെ എക്സ്പെരിമെൻറ്റും കൂടെ നോക്കിയിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തന്നെ ആയിരുന്നോ റീസണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാറാനുള്ള റീസണ്, അതോ വേറെ ഏതെങ്കിലും വേരിയബിൾ ഉണ്ടായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടായോ എന്ന് നോക്കും. അപ്പോൾ ഇതിന് നല്ലൊരു എക്സാമ്പിൾ
ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു മെറ്റൽ അയോൺ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മെറ്റൽ അയോൺ ഇട്ട് കൊടുക്കും, അതിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കും. റിയാക്ഷൻ്റെ സ്പീഡിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കും. അപ്പോൾ അതിനുള്ള എക്സ്പെരിമെൻ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യും. എന്നിട്ട് അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൻ്റെ കൂടെ തന്നെ വേറൊരു കൺട്രോൾ ഗ്രൂപ്പും കൂടി ഉണ്ടാക്കും. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് പോലെ തന്നെ ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും. ആ കൺട്രോൾ ഗ്രൂപ്പിൽ ഒരിക്കലും നമ്മൾ ഈ മെറ്റൽ അയോൺ ഇട്ട് കൊടുക്കില്ല. നമ്മൾ ഈ മെറ്റൽ അയോണിനെ നമ്മൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മൾ മെറ്റൽ അയോൺ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് റിയാക്ഷൻ്റെ സ്പീഡ് കൂടി വരിക എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കും അവിടുത്തെ റിയാക്ഷൻ്റെ സ്പീഡും കൂടെ കൂടുന്നുണ്ടോ എന്ന്. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുമാനിക്കാം, നമ്മുടെ തീരുമാനം എന്താണ്, നമുക്ക് അനുമാനിക്കാൻ പറ്റും എന്ത്, ഈ മെറ്റൽ അയോൺ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെയാണ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടിയത്. അതുകൊണ്ട് ഈ മെറ്റൽ അയോൺ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. കാരണം കൺട്രോൾ ഗ്രൂപ്പിൽ ഒരു വ്യത്യാസം വരുന്നില്ല എന്നത് കാരണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിസർച്ച് ചെയ്യുക. എപ്പോഴും നമ്മൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു കൺട്രോൾ ഗ്രൂപ്പും കൂടി ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് കൺട്രോൾ ഗ്രൂപ്പിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാറ്റില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇട്ട് കൊടുക്കില്ല, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാറുന്നത് അനുസരിച്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാറുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനി കളക്ഷൻ ഓഫ് ഡേറ്റയിൽ വരുന്ന വേറെ കാര്യമാണ് എക്സ്പെരിമെൻ്റൽ ബയസ്. ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻവിധിയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ മുൻവിധി ഉണ്ട്. നമ്മുടെ മാനുഷികമായിട്ടുള്ളൊരു സ്വഭാവമാണ്, നമ്മൾ മുൻവിധിയോടുകൂടി ജീവിക്കുന്നവരാണ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ കേസിൽ നമുക്ക് മുൻവിധികൾ ഉണ്ടാവും. സയൻറ്റിഫിക് തിയറീസ് പഠിക്കുമ്പോൾ നമുക്കൊരു മുൻവിധി ഉണ്ടാവും. ആ മുൻവിധികൾ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ റിസർച്ച് ശരിയാവില്ല, അതിലൊരു ബയസ് ഉണ്ടാവും. ആ ബയസിനെയാണ് നമ്മൾ പ്രെജുഡിസ്, മുൻവിധി എന്ന് വിളിക്കുന്നത്. Any intentional or unintentional influence that a researcher may have on a study which will prejudice the results of the research findings and will favor one outcome over another is called experimental bias. Some degree of bias is always there in any research project. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു റിസർച്ചറിൻ്റെ മനസ്സിൽ വരുന്ന ഒരു തെറ്റായ തീരുമാനം അല്ലെങ്കിൽ തെറ്റായ മുൻവിധി, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എക്സ്പെരിമെൻ്റൽ ബയസ്. എക്സ്പെരിമെൻ്റൽ ബയസ് പലതരത്തിൽ വരാവുന്നതാണ്. ഈ എക്സ്പെരിമെൻ്റൽ ബയസ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണത് സയൻറ്റിഫിക് റിസർച്ചിനേക്കാളും കൂടുതൽ സോഷ്യൽ സയൻസ് റിസർച്ചിലും സൈക്കോളജിക്കൽ റിസർച്ചിലുമാണ്. അവിടെ നമ്മൾ മറ്റുള്ളവരുടെ ബിഹേവിയർ പഠിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്കൊരു മുൻവിധി ഓൾറെഡി ഉണ്ട്. അതായത് ഇന്നവർ ഇന്ന പോലെ പെരുമാറുള്ളൂ എന്ന് നമ്മുടെ ഒരു മുൻവിധി ഉണ്ടെങ്കിൽ നമ്മൾ ആ കണ്ണിലൂടെയാണ് കാണുക. നിങ്ങൾ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയണ്ടാവും, എല്ലാം മഞ്ഞക്കണ്ണാടിയിലൂടെ കാണുള്ളൂ. നമുക്ക് എന്താ പറയുക, നമ്മളെപ്പോഴും പറയുന്ന ഒരു റിലേഷനാണ്, ഒരു മെയിൽ ഫീമെയിൽ റിലേഷൻ കാണുമ്പോൾ നമുക്ക് എപ്പോഴും തെറ്റായി തോന്നുന്നുണ്ടാവും. അപ്പോൾ മഞ്ഞക്കണ്ണാടിയിലൂടെയാണ് അത് കാണുന്നത്. അപ്പോൾ അതൊരു ബയസാണ്, അതൊരു മുൻവിധിയാണ്. അങ്ങനത്തെ ബയസ് ചിലപ്പോൾ റിസർച്ചിനെ ബാധിക്കും. അത് കൂടുതലായിട്ട് ബാധിക്കുന്നത് സയൻറ്റിഫിക് റിസർച്ച് അല്ല, എന്താ പറയുക, കൂടുതലായിട്ടും സൈക്കോളജിക്കൽ റിസർച്ചിലും സോഷ്യൽ സയൻസ് റിസർച്ചിലുമാണ് കൂടുതൽ ബാധിക്കുക. അപ്പോൾ എങ്ങനത്തൊക്കെ ബയസ് വരാമെന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ബയസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ബയസ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ ബയസ് ആണ്. ഡേറ്റ കളക്ഷൻ ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴേ നമ്മൾ മുൻവിധിയോടുകൂടിയാണ് നോക്കണത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒബ്സർവേഷൻ നമുക്ക് വളരെ കുറയുമ്പോൾ ഇന്ന ആൾക്കാർ ഇങ്ങനെ തന്നെ പെരുമാറുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി വിചാരിച്ച് റിസർച്ചറിൻ്റെ പേഴ്സണൽ ബിലീവ്സ് ആണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതുകൊണ്ട് ഡേറ്റ കളക്ഷൻ തെറ്റായിട്ട് വരും. അങ്ങനത്തെ ബയസിനെയാണ് ഡേറ്റ കളക്ഷൻ ബയസ് എന്ന് വിളിക്കുന്നത്. എ ഡേറ്റ കളക്ഷൻ ബയസ്
can occur when a researcher's personal beliefs influence the way information is collected. അടുത്ത ബയസ് ഒബ്സർവർ ബയസ് ആണ്. ഒബ്സർവർ ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി അല്ലെങ്കിൽ കണ്ടുകൊണ്ട് റിസർച്ച് നടത്തുന്നത്. ഒബ്സർവ് ചെയ്തുകൊണ്ട്, ഒരാളെ ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇന്ന സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അത് സൈക്കോളജിക്കൽ റിസർച്ചിൽ വരുന്നതാണ്. ഒരാൾക്ക് ഇന്ന സാഹചര്യം വരുമ്പോൾ അയാൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ചർ ആണെങ്കിൽ അയാൾക്ക് പേഴ്സണൽ ബിലീഫ്സ് ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, ഒബ്സർവേഷനെ ബാധിക്കും. അപ്പം അങ്ങനത്തെ ബയസിനെയാണ് നമ്മൾ ഒബ്സർവർ ബയസ് എന്ന് വിളിക്കുന്നത്. Observer bias can occur during research whereby the outcome recorded is influenced by the researcher's beliefs. And analysis bias ഉണ്ട്. Analysis bias occurs if the process of data analysis, സോറി ഫോർ ദി ഇൻട്രപ്ഷൻ, ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യായതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നെറ്റ് കണക്ഷൻ ഉണ്ടായില്ല, അതുകൊണ്ട് വന്ന പ്രശ്നമാണ്, ക്ഷമിക്കുക. അനാലിസിസ് ബയസ് ക്യാൻ ഒക്കർ ഇഫ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഡേറ്റ അനാലിസിസ് എ റിസർച്ചർ ലുക്സ് ഫോർ ഡേറ്റ ദാറ്റ് കൺഫേം ഇസ് ഓർ ഹൈപ്പോത്തസിസ് ആൻഡ് ഓവർലുക്കിംഗ് ഡേറ്റ ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദം. അനാലിസിസ് നടത്തുക, നമ്മളിപ്പോൾ അനാലിസിസ് നടത്തുകയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കും, നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കും, അങ്ങനത്തെയൊക്കെ അനാലിസിസ് നടത്തുക. സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള അനാലിസിസ് നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കും, ബാർ ഗ്രാഫ് വരയ്ക്കും. അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോകുന്ന നമ്മുടെ ഒരു വാല്യൂ ശരിയാവുന്നുണ്ടാവില്ല. ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വാല്യൂവിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. ആ വാല്യൂവിനെ മാറ്റി വേറൊന്ന് എന്തെങ്കിലും എഴുതും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് അനാലിസിസ് ബയസ് എന്ന്. അപ്പം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞത് റിസർച്ചിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അടുത്തത് സാമ്പിളിംഗ് ബയസ് ആണ്. സാമ്പിളിംഗ് ബയസ് ഒക്കേഴ്സ് ഇൻ റിസർച്ച് വെൻ ദ സാമ്പിൾ കളക്റ്റഡ് ഇസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ലാർജ് പോപ്പുലേഷൻ അണ്ടർ സ്റ്റഡി. അതായത് സാമ്പിളിംഗ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാമ്പിള് കളക്ട് ചെയ്യുന്നത് ശരിക്കും പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ല. നമ്മൾ വെള്ളം ഒരു നദിയിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും മലിനീകരിക്കപ്പെട്ട സ്രോതസ്സിൽ നിന്നല്ല നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡേറ്റ ചിലപ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ട് മലിനീകരിക്കാൻ പെടാൻ സാധ്യതയുള്ള സ്രോതസ്സിൽ പോയി നമ്മൾ കളക്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ബയസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അവിടെ നിന്നല്ല കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റിസർച്ച് തെറ്റായിരിക്കും. അപ്പോൾ അതാണ് സാമ്പിളിംഗ് ബയസ്. അടുത്ത സബ്ജക്റ്റ് ബയസ് ഓഫ് പാർട്ടിസിപ്പൻ്റ് ബയസ്. പാർട്ടിസിപ്പൻ്റ് ബയസ് എന്ന് പറയണത് ചിലപ്പോൾ ഈ റിസർച്ച് സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് അറിയാവുന്നുണ്ടാവും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എന്താ പറയുക, അവർ അഭിനയിക്കും. അവർ ശരിക്കും അവർ ഉള്ളിലത്തുള്ള ഫീലിങ്സ് കാണിക്കുന്നതിന് പകരം അഭിനയിച്ചായിരിക്കും കാണിക്കുക. അതായത് അവർ വേറെ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ശരിയായ ഡേറ്റ കിട്ടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സബ്ജക്റ്റ് ബയസ്. എ സബ്ജക്റ്റ് ബയസ് ഓർ പാർട്ടിസിപ്പൻ്റ് ബയസ് ഒക്കേഴ്സ് വെൻ ദ സബ്ജക്ട്സ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് act consciously or subconsciously in a manner that they assume the researcher wants them to act. This kind of bias is highly probable when the participants in a study have a prior idea about the purpose of the study. അതായത് സ്റ്റഡി ഇതിനു വേണ്ടിയാണ് നടക്കുന്നതെന്ന് അവർക്ക് അറിയുകയാണെങ്കിൽ, പാർട്ടിസിപ്പൻസിന് അറിയുകയാണെങ്കിൽ അവർ എന്താ പറയുക, അവർക്കത് അറിയുന്നതനുസരിച്ച് അവരുടെ കോൺഷ്യസിൽ അത് ഉണ്ടാവും. അപ്പോൾ അവർ അഭിനയിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ശരിക്കുമുള്ള റിസർച്ച് ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബയസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ ടുഡേ. ഓക്കെ, താങ്ക് യു.